വദിർവതു സനാമിഹി, ഇസ്ലാമിന്റെ ഏറ്റവും ഉന്നതമായ ഭാഗം അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ സായുധമായ ജിഹാദുണ്ട്, അതുപോലെ ഇൽമു കൊണ്ടുള്ള ജിഹാദുണ്ട്. എന്താണ് ആയുധം കൊണ്ടുള്ള ജിഹാദ്? ആയുധം കൊണ്ടുള്ള ജിഹാദ് ദീനിനെ സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി മുസ്ലിം ഭരണാധികാരികൾ സന്ദർഭവും സാഹചര്യവും നോക്കി ചെയ്യേണ്ട കാര്യമാണ് സായുധ ജിഹാദ് എന്ന് പറയുന്നത്. അത് സാധാരണക്കാരുടെ ജോലിയല്ല. അതുപോലെ തന്നെ അതിനുള്ള ശക്തിയും സന്ദർഭവും ആയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. അത് ഭരണാധികാരികളാണ് ചിന്തിക്കേണ്ടത്. ഇൽമു കൊണ്ടുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിലെ ശത്രുക്കൾ, ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന ആരോപണങ്ങൾക്കും അതുപോലെ സുന്നത്തിന്റെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പരിഹസിച്ചുകൊണ്ടും അതുപോലെ ശരിയായ അഖീദ അതിനെ വിമർശിച്ചുകൊണ്ടും പറയുന്ന ബാത്തിലുകൾക്ക്, അബദ്ധങ്ങൾക്ക് മറുപടി കൊടുക്കുക, അതും ജിഹാദാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, വളരെ ഒറ്റപ്പെട്ട ആളുകൾക്ക് മാത്രം കഴിയുന്ന ജിഹാദാണ്, സാധാരണക്കാർക്ക് കഴിയാത്ത, ആയുധം കൊണ്ട് ജിഹാദ് ചെയ്യുന്നവർക്ക് പോലും സാധിക്കാത്ത ജിഹാദാണ് ഇൽമു കൊണ്ടുള്ള ജിഹാദ് എന്ന് പറയുന്നത്. അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാരെല്ലാം, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉലമാക്കളെല്ലാം ഏകോപിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം അത് ഇൽമു കൊണ്ട് ജിഹാദ് ചെയ്യേണ്ട കാലമാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നത്തെ അവസ്ഥ അത് ഇൽമു കൊണ്ട് ജിഹാദ് ചെയ്യാൻ ആവശ്യമായ അവസ്ഥയാണ്. കാരണം ആയുധം കൊണ്ടുള്ള ജിഹാദിനുള്ള ശക്തിയില്ല. അതോടൊപ്പം ഇൽമിന്റെ കുറവ് കൊണ്ട് ഈ ആയുധം കൊണ്ടുള്ള ജിഹാദ് ഉണ്ടായാൽ പോലും അതിൽ ഒരു നിലക്കും വിജയിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ദീനിയായ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ പോയ സഹാബത്ത് ഒരു മാസിയത്തിന്റെ പേരിൽ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടു. നമുക്കറിയാം ഇന്ന് എത്ര മാസിയത്ത് മുസ്ലിം ഉമ്മത്ത് ചെയ്യുന്നുണ്ട്. മുസ്ലിം ഉമ്മത്ത് പോട്ടെ, ഉമ്മത്തിലെ ഓരോ മെമ്പർമാരായ നമ്മൾ ഓരോരുത്തരും ഒരു ദിവസം എത്ര മാസിയത്തിൽ ചെയ്യുന്നു. അപ്പൊ ഈ പാപങ്ങളുടെ ഭാണ്ഡവുമായി യുദ്ധത്തിന് പുറപ്പെട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഈ പാപങ്ങളും വിദഅത്തുകളും ദലാലത്തുകളും ഇതൊക്കെ പരിഹരിക്കാനുള്ള ഇൽമു കൊണ്ടുള്ള ജിഹാദാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ ആവശ്യമെന്ന് പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുള്ള കാര്യങ്ങൾ.